ഡൽഹിയിൽ കോക്രോച്ച് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടക്കുന്ന പ്രക്ഷോഭം, ആ പ്രക്ഷോഭത്തിൽ ആദ്യഘട്ടത്തിലൊന്നും തന്നെ കോൺഗ്രസ് അതിൽ സജീവമായിട്ട് രംഗത്തിറങ്ങിയിരുന്നില്ല. കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ സോനം വാങ്ചുക്ക് സമരം ചെയ്യുന്ന സമയത്ത് പോലും അങ്ങോട്ടൊന്നും പോയി നോക്കിയിരുന്നില്ല. കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവ് രാജീവ് ഗാന്ധി ഈ സമയത്തൊക്കെ വിദേശത്തായിരുന്നു. പിന്നീട് ഏറ്റവും ഒടുവിലാണ് സമരരംഗത്തേക്ക് കോൺഗ്രസ് കടന്നു ചെന്നത്. അതും കോൺഗ്രസ് ജന്തർ സമരവേദിയിലേക്കല്ല പോയത്. അവർ പോയത് കോൺഗ്രസ് അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെയുടെ വീട്ടിലാണ്. അവിടെ നിന്ന് പ്രകടനമായിട്ട് പ്രധാനമന്ത്രിയുടെ ബസ്തിയിലേക്ക് മാർച്ച് ചെയ്യുകയായിരുന്നു കോൺഗ്രസ് ചെയ്തത്. അവിടെ 3 മണിക്കൂറോളം അവർ സമരത്തിന്. ഈ സമയത്തൊക്കെ ഈ സമരത്തിൻ്റെ പിന്നിൽ നിന്നത്, അതായത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷമായ കോൺഗ്രസ് മാറി നിന്ന സമയത്തും ഇടതുപക്ഷ കക്ഷികളൊക്കെ തന്നെ ഈ സമരത്തിന് സജീവമായിട്ട് പിന്തുണ കൊടുത്തിരുന്നു. അതേപോലെ തന്നെ ആം ആദ്മി പാർട്ടി ഉണ്ടായിരുന്നു, സമാജ്വാദി പാർട്ടി ഉണ്ടായിരുന്നു, അതുപോലെ ചന്ദ്രശേഖർ ആസാദിൻ്റെ പാർട്ടി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വലിയ ബഹളമുണ്ടാക്കുന്ന CPM അല്ലെങ്കിൽ ഇടതുപക്ഷം, കേന്ദ്രത്തിൽ ഈ ഒരു നീറ്റ് പരീക്ഷയെ സംബന്ധിച്ച് വലിയ ബഹളം ഉണ്ടാക്കുന്ന CPM യഥാർത്ഥത്തിൽ കേരളത്തിൽ എന്താണ് ചെയ്തത് എന്ന് കേരളീയരായ നാം ഒന്ന് പരിശോധിക്കുന്നതെന്നാണ്. കാരണം കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റെന്തൊക്കെ കുഴപ്പങ്ങളുണ്ടായാലും കേരളത്തിലെ ഏറ്റവും വിശ്വാസ്യതയുള്ള ഒരു സ്ഥാപനമായിരുന്നു പബ്ലിക് സർവീസ് കമ്മീഷൻ. അത് സർക്കാരിലേക്കുള്ള ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്ന പരീക്ഷാ സംവിധാനമാണ്. ആ പരീക്ഷാ സംവിധാനത്തിൽ യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. അത്രയും കുറ്റമറ്റ രീതിയിലുള്ളൊരു സ്ഥാപനമാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നൊരു ധാരണ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ആ ധാരണ ഇല്ലാതാക്കിയത് CPM നേതൃത്വത്തിലുള്ള സർക്കാരാണ്. കഴിഞ്ഞ 10 വർഷമാണ് കേരളത്തിൽ PSCയെ ഇത്രമാത്രം അധപ്പതിപ്പിച്ചത്. ഏറ്റവും ഒടുവിൽ തന്നെ PSCയിലേക്ക് നടന്ന പരീക്ഷയിലെ സാധാരണഗതിയിൽ ചോദ്യപേപ്പർ റിട്ടൺ ചോദ്യത്തിൻ്റെ ഉത്തരം അത് രഹസ്യമാക്കി വെക്കുകയാണ് പതിവ്. അതിനുശേഷം എത്ര മാർക്കാണെന്ന് അറിയുന്നത് അദ്ദേഹത്തിന് ഇൻ്റർവ്യൂവിൽ കൂടി പങ്കെടുത്തതിന് ശേഷം മാത്രമാണ് അത് അറിയുന്നത്. പക്ഷേ നേരത്തെ തന്നെ ഇത് അറിയാനുള്ള സംവിധാനം രഹസ്യമായിട്ട് ഇത് ലീക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ചോദ്യങ്ങൾ തയ്യാറാക്കുന്നത് വരെ CPMൻ്റെ ബന്ധപ്പെട്ട യൂണിയനുകൾ വഴിയാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് ഈ രാജ്യത്തെ ഏറ്റവും വിശ്വാസ്യതയുള്ള, നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും വിശ്വാസ്യതയുള്ള പബ്ലിക് സർവീസ് കമ്മീഷനെ വരെ തങ്ങളുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കും അഴിമതി നടത്താനുള്ള വേദിയായിട്ട് CPM കേരളത്തിൽ മാറ്റിയിരിക്കുന്നു. നമ്മൾ പരീക്ഷയിലെ തട്ടിപ്പുകളെക്കുറിച്ചൊക്കെ, യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ പരീക്ഷാ തട്ടിപ്പിനെക്കുറിച്ചും PhD തട്ടിപ്പിനെക്കുറിച്ചും പരീക്ഷ എഴുതാത്ത ആളുകൾക്ക് മാർക്ക് കിട്ടിയതിനെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും ഒക്കെ ഉണ്ട്. പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ PSCയിൽ കുറേ നാളായിട്ട് അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു. പക്ഷേ PSCയെ കൂടി ഏറ്റവും അധികം വിശ്വാസ്യതയുള്ള PSCയെ കൂടി നശിപ്പിച്ച ആളുകളാണ് ഇത്തരത്തിൽ ഇപ്പോൾ സമരവുമായിട്ട് അതിനെ ഡൽഹിയിൽ പോയി സമരത്തിനെ പിന്തുണയ്ക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് രസകരമായ വസ്തുത. ഈ സമരത്തെ പിന്തുണയ്ക്കുന്ന ആളുകൾ അവരും ആരോപിക്കുന്നത് ഈ സമരക്കാർ ഏറ്റവും അധികം അക്രമം നടത്തി പൊതുമുതൽ നശിപ്പിക്കുകയും 120ഓളം പോലീസുകാരെ ആക്രമിക്കുകയും അതിലൊരു സ്ത്രീയായ വനിതാ IPS ഉദ്യോഗസ്ഥയുടെ ഗർഭം അലസിപ്പോവുകയൊക്കെ ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്താണ്. പക്ഷേ ഈ സമയത്തൊക്കെ പോലീസ് അതിക്രമം നടത്തുന്നു എന്ന് ആരോപിക്കുന്ന ആളുകൾ തന്നെ കേരളത്തിൽ എന്തായിരുന്നു ചെയ്തത് എന്ന് നമ്മളൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. കാരണം കേരളത്തിൽ പിണറായി വിജയനെതിരായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രതിഷേധമുണ്ടായ ആ ആളുകളൊക്കെ മുഴുവൻ കൈകാര്യം ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്. അതിനെ എന്നിട്ട് പോലീസുകാരും മഫ്റ്റിയിലുള്ള ആളുകളും DYFIക്കാരും ചേർന്നിട്ടായിരുന്നു സാധാരണ പ്രകടനക്കാരെ അടിച്ചത്. പൂച്ചട്ടി കൊണ്ടുവരെ തലക്കടിക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ അതിനെയൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞത് രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് ഈ പോലീസിൻ്റെയും അതുപോലെ തന്നെ പാർട്ടി നേതാക്കളുടെ ഗുണ്ടകളൊക്കെ തന്നെ പ്രതിഷേധക്കാരായിട്ടുള്ള യുവാക്കളെ മർദ്ദിക്കുന്നത്. അതിലിപ്പോൾ ആ മർദ്ദനമേറ്റ ഒരാളിപ്പോൾ ഒന്ന് കോൺഗ്രസിന് MLA ആയി കഴിഞ്ഞു ആലപ്പുഴയിൽ. അപ്പം അതിൻ്റെയൊക്കെ വിഷ്വൽസൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. അങ്ങനെയുള്ളൊരു സമരമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയായിരുന്നു സമരത്തോട് നമ്മുടെ CPM അനുവർത്തിച്ചിരുന്നത്, അല്ലെങ്കിൽ കേരളത്തിൽ ഭരിക്കുന്ന സർക്കാർ അനുവർത്തിച്ചിരുന്നത്. ആരെങ്കിലും തങ്ങൾക്കെതിരെ സംസാരിച്ചാൽ അവരെ നികൃഷ്ടമായിട്ട് മർദ്ദിക്കുക, അത് ഭരണാധികാരം ഉപയോഗിച്ചാണെങ്കിലും അല്ലെങ്കിലൊക്കെ ചെയ്യുന്നൊരു നിലപാടായിരുന്നു. അങ്ങനെ ചെയ്യുന്ന ആളുകളാണ് ഇപ്പോൾ ഡൽഹിയിൽ ക്രൂരത കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഏറ്റവും അധികം പരീക്ഷാ ക്രമക്കേടുകൾ രാജ്യത്തെ എല്ലാ ഭാഗത്തും നടന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പിറകിലൊരു വലിയൊരു ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചനയുടെ ഭാഗമാവുകയാണ് ഇപ്പോൾ
ആര് ചെയ്യുന്നത്? കേരളത്തിലെ CPM ചെയ്യുന്നത്. നമുക്കറിയാം ബംഗ്ലാദേശ്, അതേപോലെ തന്നെ നേപ്പാൾ, ശ്രീലങ്ക, ഇവിടങ്ങളിലൊക്കെ തന്നെ എന്തുണ്ടായിട്ടുണ്ട്? വലിയ കലാപങ്ങളുണ്ട്. ഈ കലാപങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഈ കലാപങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ചെറുപ്പക്കാരെ സ്വാധീനിച്ചിട്ടാണ്. അപ്പം പലപ്പോഴും ഒരു വിവരങ്ങൾ കിട്ടുന്ന സമയത്ത് അതിൻ്റെ കൗണ്ടർ വിവരം അന്വേഷിക്കാൻ ആളുകൾക്ക് സമയം കിട്ടാറില്ല. കാരണം ഒരു വിവരം അതിന് പിറകെ അതിന് അനുകൂലമായ രീതിയിൽ മറ്റൊരു വിവരം, അതിൻ്റെ ഉപോത്പകലമായിട്ട് മറ്റൊരു വിവരം വരുന്നു. അങ്ങനെയുള്ള ഇത് പ്രത്യേകമായിട്ട് ഈ ഇൻസ്റ്റാഗ്രാം സന്ദേശങ്ങളൊക്കെ ആൾക്കാരിൽ എത്തിക്കാൻ, കൂടുതൽ എത്തിക്കാൻ വേണ്ടി ആൽഗരിതങ്ങളിൽ മാറ്റം വരുത്തുകയാണ് ഈ കമ്പനികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അമേരിക്കയിലെ വലിയ കമ്പനികളുടെ, അല്ലെങ്കിൽ വലിയ അമേരിക്കയിലെ CIA അതുപോലെയുള്ള ആളുകളൊക്കെ തന്നെ പ്ലാൻ ചെയ്തിട്ടാണ് തങ്ങൾക്ക് അനുകൂലമായ ഭരണകൂടങ്ങളെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങുന്ന സമയം തന്നെ അവിടെ ബഹളമായിരുന്നു എന്ന് വരുന്ന സമയത്ത് അതിൽ സന്തോഷിക്കാൻ കുറേ ആളുകളുണ്ട്. ഇപ്പം തന്നെ ഡൽഹിയിലെ സമരത്തെക്കുറിച്ച് ലോകമാധ്യമങ്ങൾക്ക് വലിയ തോതിലുള്ള വാർത്തകളാണ് കൊടുത്തിരിക്കുന്നത്. ന്യൂയോർക്ക് ടൈംസ് ആണെങ്കിലും മറ്റെല്ലാ അൽ ജസീറ ആണെങ്കിലും എല്ലാ മാധ്യമങ്ങളും വലിയ വാർത്തകളാണ് കൊടുത്തിരിക്കുന്നത്. ബംഗ്ലാദേശിലെ ബീഗം ഖലീദ സിയുടെ ഭരണത്തെ അട്ടിമറിച്ച ശേഷം ചെറുപ്പക്കാർ അധികാരത്തിൽ വന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പം ആരാണ് ഭരിക്കുന്നത്? ബംഗ്ലാദേശിൽ ഭരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. പൂർണ്ണമായിട്ടും ലോകത്തെ ഏറ്റവും വലതുപക്ഷ പിന്തിരിപ്പൻ സംഘടനയായ മതവർഗീയവാദികളായിട്ടുള്ള അസഹിഷ്ണുത കാണിക്കുന്ന ആളുകളാണ്. അവരാണ് പാകിസ്ഥാനെതിരായിട്ട് ബംഗ്ലാദേശിലെ ജനങ്ങൾ പോരാട്ടം നടത്തിയ സമയത്ത് 1971 പോരാട്ടം നടത്തിയ സമയത്ത് പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ കൂടെ നിന്ന് ബംഗ്ലാദേശിലെ ജനങ്ങളെ കൂട്ടക്കശാപ്പ് ചെയ്യുകയും 10,000-കണക്കിന് സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുകയും നിരവധി പേരെ കൊലപ്പെടുത്തുകയും ചെയ്ത സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. അതിൻ്റെ നേതാക്കളെയൊക്കെ പിന്നീട് വന്ന ഗവൺമെൻറ് തൂക്കിക്കൊന്നിരുന്നു. അതേപോലെ തന്നെയാണ് മുജീബ് റഹ്മാൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ കൂട്ടക്കൊല നടത്തിയതൊക്കെ വിദേശ ശക്തികളുടെ ഇടപെടലുണ്ടായിട്ടാണ്. അങ്ങനെയുള്ള ജമാഅത്തെ ഇസ്ലാമി, ആ ജമാഅത്തെ ഇസ്ലാമിയുടെ കൈകളിലേക്കാണ് അവസാനം ബംഗ്ലാദേശിലെ അധികാരം എത്തിയത്. അപ്പോൾ ഇങ്ങനെ വിദേശ ശക്തികളുടെ ഒരു ഗൂഢാലോചന ഈ സമരത്തിന് പിറകിലുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. പക്ഷേ സാധാരണക്കാരനായ ആളുകൾക്ക് അത് മനസ്സിലാവില്ല. കാരണം ഇൻസ്റ്റഗ്രാം വഴി അങ്ങനെയുള്ള ഏറ്റവും ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് 1975 അടിയന്തരാവസ്ഥ ഉണ്ടായിരുന്നത് പോലും അവർക്കറിയില്ല. പുതിയ തലമുറയ്ക്ക് ഏറ്റവും അധികം ക്രൂരത ജനാധിപത്യം അടിച്ചമർത്തുകയും പൗരാവകാശം ഇല്ലാതാക്കുകയും പത്രങ്ങളൊക്കെ തന്നെ വിലക്കുകൾ ഏർപ്പെടുത്തുകയും ഏറ്റവും നൂതനമായിട്ടുള്ള ഏറ്റവും അത്യന്താധുനികമായിട്ടുള്ള മർദ്ദനമുറകൾ കേരള പോലീസൊക്കെ, അതുപോലെ തന്നെ ഇന്ത്യയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലൊക്കെ മർദ്ദനമുറകളൊക്കെ നടത്തുകയും പ്രതിപക്ഷ നേതാക്കളൊക്കെ ജയിലടക്കുകയും ചെയ്തൊരു പാരമ്പര്യമാണ് നമ്മുടെ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും രാജീവ് ഗാന്ധിക്കും സഞ്ജയ് ഗാന്ധിക്കും ഇന്ദിരാഗാന്ധിക്കൊക്കെ ഉള്ളത്. ഹിറ്റ്ലറെ പോലും കവച്ചു വെക്കുന്ന രീതിയിൽ 80 ലക്ഷം പേരെയാണ് നിർബന്ധ വന്ധീകരണത്തിന് ഇരയാക്കിയത്. അങ്ങനെയുള്ള ഭരണാധികാരികളെ കുറിച്ചൊന്നും അവരാണിപ്പോൾ എന്ത് ചെയ്യുന്നത്? ജനാധിപത്യത്തിൻ്റെ സംരക്ഷകരായിട്ട് ഉയർന്നു വന്നിരിക്കുന്നത്. ഇവരൊന്നും തന്നെ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയൊന്നും തന്നെ ഇന്ദിരാഗാന്ധിയോ സഞ്ജയ് ഗാന്ധിയോ രാജീവ് ഗാന്ധിയോ ഒന്നും തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല. അവരുടെ പിറകിലൂടെ അധികാരത്തിൻ്റെ ശ്രേണിയിലേക്ക് മാത്രം കടന്നു വന്ന ആളുകളാണ്. അപ്പം ഇതൊന്നും അറിയാത്ത പാവപ്പെട്ട വിദ്യാർത്ഥികൾ, അപ്പോൾ അവർ സമരത്തിന് രംഗത്തിറങ്ങുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം നീറ്റ് പരീക്ഷ മാത്രമാണ്. പക്ഷേ മറുഭാഗത്ത് നമ്മൾ നോക്കണം, നീറ്റ് പരീക്ഷ വളരെ നന്നായ രീതിയിൽ നടന്നു. 20 ലക്ഷം വിദ്യാർത്ഥികൾ അതിൽ പങ്കെടുത്തു. ആ ആളുകളൊക്കെ തന്നെ ഇപ്പോൾ അഡ്മിഷൻ്റെ പിറകെ പോവുകയാണ്. അപ്പോൾ ഈ പ്രശ്നം നടക്കുന്നതിൽ കുറച്ച് വിദ്യാർത്ഥികളുടെ ബാക്കിയൊക്കെ തന്നെ കലാപകാരികളാണ്. വളരെ വിഷ്വൽസൊക്കെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും അത് കാണിക്കുന്നില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. പക്ഷേ ദേശീയ മാധ്യമങ്ങളിലൂടെ തന്നെ നമുക്ക് കാണാൻ പറ്റും. വളരെ ആസൂത്രിതമായ രീതിയിൽ പോലീസിനെ ആക്രമിക്കുകയൊക്കെ ചെയ്യും. ഒരു കലാപങ്ങൾ ഉണ്ടാക്കാൻ തന്നെ ആസൂത്രിതമായ ശ്രമങ്ങളാണ് നടത്തുന്നത്. ഇങ്ങനെയൊരു സന്ദർഭത്തിലാണ് കേരളത്തിലും ഇപ്പോൾ ആ പ്രശ്നമുണ്ടാക്കിക്കൊണ്ട് കേരളത്തിലെ ജില്ലാ തലസ്ഥാനങ്ങളിലൊക്കെ മാർച്ച് നടത്താൻ ഇടതുപക്ഷവും അതേപോലെ തന്നെ വലതുപക്ഷവും മത്സരിച്ച് ശ്രമിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് കേരളത്തിൽ തങ്ങൾ ഭരിക്കുന്ന സമയത്ത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പരീക്ഷാ സംവിധാനങ്ങളൊക്കെ കൃത്യമായി നടത്തുന്നതിന് പകരം തങ്ങളുടെ ആളുകളൊക്കെ തിരികെ കയറ്റാൻ വേണ്ടി ഏറ്റവും വിശ്വാസ്യതയുള്ള സ്ഥാപനത്തെ വരെ നശിപ്പിച്ച പാരമ്പര്യമാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിനുള്ളത് എന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ഈ അവസരത്തിൽ ചെയ്യുന്നത്.